നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ വിവാദമായ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി ഡിസംബർ 8-ന്. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നത്. കഴിഞ്ഞ തവണ കോടതി ചോദിച്ച 22 ചോദ്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരുന്നു. കേസിലെ 9 പ്രതികളും ഡിസംബർ 8-ന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. രാഹുലിനെതിരെ നടപടിയെടുത്തതാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഒരേ കാര്യത്തിന് 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്നും നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് CPIM നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വ്യക്തമാക്കി. സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കട്ടെയെന്നും പാർട്ടിയുടെ ഔദ്യോഗിക ഫോറത്തിൽ ഒന്നും രാഹുൽ ഉണ്ടാകില്ലെന്നും കോൺഗ്രസിന് വേണ്ടി ആർക്കും വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും അത് MLA ആയാലും സാധാരണ പ്രവർത്തകരായാലും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുമെന്നും രാഹുലിനെതിരെയുള്ള ശബ്ദരേഖ മാത്രം പുറത്തു വന്നിട്ട് കാര്യമില്ലെന്നും യഥാർത്ഥ രേഖകൾ പുറത്തു വരണമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മലപ്പുറം തിരൂരിൽ SIRമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം നടത്തിയ BLOയ്ക്കെതിരെ നടപടി. സംഭവത്തിൽ തവനൂർ മണ്ഡലം 38-ാം നമ്പർ ആനപ്പടി വെസ്റ്റ് LP സ്കൂൾ ബൂത്തിലെ BLO വാസുദേവനെ ചുമതലയിൽ നിന്നും ജില്ലാ കളക്ടർ മാറ്റി. സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിൽ DYFI നേതാക്കളായ VK നിഷാദ്, TC.V. നന്ദകുമാർ എന്നിവർക്ക് 20 വർഷം തടവ്. കൊലപാതക ശ്രമം, സ്ഫോടക വസ്തു കൈവശം വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ 4 വയസ്സുകാരനായ LKG വിദ്യാർത്ഥിയെ കയറിൽ കെട്ടി മരത്തിൽ തൂക്കി ശിക്ഷിച്ചതായി പരാതി. ഛത്തീസ്ഗഡിലെ സൂരജ്പൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. സ്വകാര്യ സ്കൂളിലെ 2 അധ്യാപികമാരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ. സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വൻ പ്രതിഷേധമുയർന്നത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.